എന്താണ് ആർ ഡി? ആർ ഡി എന്നാൽ റെക്കറിംഗ് ഡിപ്പോസിറ്റ്. ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് തുടങ്ങണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ലംസം എമൗണ്ട് വേണം. ലംസം എമൗണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒറ്റ തവണ അടയ്ക്കുന്ന ഒരു എമൗണ്ടിനെയാണ് ലംസം എമൗണ്ട് എന്ന് പറയുന്നത്. അത് പലരുടെയും കാഴ്ചപ്പാടിൽ ആ ഒരു എമൗണ്ട് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ ലംസം എമൗണ്ട് നിങ്ങളുടെ കയ്യിലില്ല, പക്ഷെ നിങ്ങൾക്ക് എഫ് ഡി തുടങ്ങാൻ താല്പര്യമുണ്ട്. ഇതിനൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനെയാണ് ആർ ഡി എന്ന് പറയുന്നത്, റെക്കറിംഗ് ഡിപ്പോസിറ്റ്. ആർ ഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് മന്ത്ലി ഇത്ര ഇയറിലേക്ക് ഇടുക, അതിന് നമുക്ക് ഇൻട്രസ്റ്റും ലഭിക്കും. ഇതിനെയാണ് ആർ ഡി എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളിലൂടെ തന്നെ പറഞ്ഞു തരാം. മെൽബിൻ എന്ന വ്യക്തി ഒരു ആർ ഡി സ്റ്റാർട്ടാക്കി. മന്ത്ലി 2000 രൂപ വെച്ച് 3 വർഷത്തേന്. ആ 2000 രൂപ മെൽബിന്റെ സേവിംഗ് അക്കൗണ്ടിൽ നിന്നും കൃത്യം എല്ലാ മാസം 2-ാം തീയതി പിടിക്കുകയും ചെയ്യും. മെൽബിൻ തുടങ്ങിയ ആർ ഡിയുടെ ഇൻട്രസ്റ്റ് 7% ആണെന്ന് കരുതുക. ഇവിടെ ടോട്ടൽ 3 വർഷം കഴിയുമ്പോൾ മെൽബിൻ അടയ്ക്കുന്നത് 72,000 രൂപയാണ് പ്രിൻസിപ്പൽ എമൗണ്ട് അടയ്ക്കുന്നത്. ടോട്ടൽ മെൽബിന് കിട്ടുന്നത് 79,772 രൂപ മെൽബിന് മെച്യൂരിറ്റി എമൗണ്ട് ആയിട്ട് ലഭിക്കും. ആർ ഡി നിങ്ങൾക്ക് എങ്ങനെ തുടങ്ങാം? ഒരു ആർ ഡി നിങ്ങൾക്ക് ബാങ്കിൽ ചെന്നോ അതോ ബാങ്കിന്റെ ആപ്ലിക്കേഷൻ വഴിയോ നിങ്ങൾക്ക് ആർ ഡി തുടങ്ങാവുന്നതാണ്. മിഥുൻ, ബൈ.